നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാം ജില്ലാ സമ്മേളനം ഫെബ്രുവരി 4-5 തീയതികളിൽ കുണ്ടറയിൽ. മന്ത്രി ജെ ചിഞ്ചുറാണി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. മാർച്ച് 28 മുതൽ 30 വരെ മലപ്പുറം തിരൂരിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായാണ് ജില്ലാ സമ്മേളനം. MDMAയുമായി യുവാവ് പിടിയിൽ. മുഖത്തല പാങ്കോണം സ്വദേശി അനന്തു കൃഷ്ണനാണ് പിടിയിലായത്. 12 ഗ്രാം MDMAയും പിടിച്ചെടുത്തു. അഞ്ചൽ ആയൂർ പാതയിൽ KSRTC ബസും കാറും കൂട്ടിയിടിച്ച് അപകടം. കാർ ഡ്രൈവർക്ക് പരിക്ക്. ഇടമുളയ്ക്കൽ വലിയ വളവിലായിരുന്നു അപകടം. കടയിൽ നിന്ന് ഫോണും പണവും കവർന്ന കേസിലെ പ്രതി പിടിയിൽ. പെരിനാട് വെള്ളിബൺ സ്വദേശി ഷാനവാസ് ആണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ആഗസ്റ്റിലായിരുന്നു സംഭവം. വിശദമായ വാർത്തകളിലേക്ക്. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാം ജില്ലാ സമ്മേളനം ഫെബ്രുവരി 4-5 തീയതികളിൽ കുണ്ടറയിൽ നടക്കും. മന്ത്രി ജെ ചിഞ്ചുറാണി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 4-ന് ജില്ലയിലെ 11 മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഘോഷയാത്ര നടക്കും. മാർച്ച് 28, 29, 30 തീയതികളിൽ മലപ്പുറത്ത് തിരൂരിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായാണ് കൊല്ലം ജില്ലാ സമ്മേളനം നടക്കുന്നത്. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഫെബ്രുവരി 4-5 തീയതികളിൽ കുണ്ടറയിൽ നടക്കും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. മാർച്ച് 28, 29, 30 തീയതികളിൽ മലപ്പുറത്ത് തിരൂരിൽ വെച്ച് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായാണ് ജില്ലാ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. 4-ന് വൈകിട്ട് 11 മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഘോഷയാത്രയായി പ്രകടനം ഇളമ്പള്ളൂർ ദേവസ്വം മൈതാനിയിലെത്തും. തുടർന്ന് ചേരുന്ന യോഗം മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യും. COA കൊല്ലം ജില്ലാ പ്രസിഡന്റ് പി സുരേഷ് ബാബു അധ്യക്ഷത വഹിക്കും. COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തും. PC വിഷ്ണുനാഥ് MLA മുഖ്യ അതിഥിയാകും. ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു ഗോവൻ, ഗ്രാമപഞ്ചായത്ത് അംഗം സജു വർഗീസ്, COA സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജ്യോതികുമാർ VS, CPIM കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം SL സജികുമാർ, BJP ജില്ലാ പ്രസിഡന്റ് S പ്രശാന്ത്, ഇളമ്പള്ളൂർ ദേവസ്വം ട്രസ്റ്റ് പ്രസിഡന്റ് B ശങ്കരനാരായണൻ, COA സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സാജനസ്, സുരേഷ് കലയം, അനിൽ മണിമന്ദിരം, മുരളീകൃഷ്ണൻ, ജില്ലാ ട്രഷറർ G മുരളീധരൻ പിള്ള എന്നിവർ സംസാരിക്കും. COA ജില്ലാ സെക്രട്ടറി E നൌഷാദ് സ്വാഗതം പറയും. സ്വാഗത സംഘം ജനറൽ കൺവീനർ T വിനോദ് കുമാർ നന്ദി പറയും. 5-ന് രാവിലെ 9-ന് ജില്ലാ പ്രസിഡന്റ് P സുരേഷ് ബാബു പതാക ഉയർത്തുന്നതോടെ ജില്ലാ പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമാകും. ജില്ലാ ജോയിന്റ് സെക്രട്ടറി G അജി അനുശോചന പ്രമേയവും സ്വാഗത സംഘം ജനറൽ കൺവീനറും ജില്ലാ ജോയിന്റ് സെക്രട്ടറിയുമായ T വിനോദ് കുമാർ സ്വാഗതം പറയും. COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ജില്ലാ റിപ്പോർട്ട് സെക്രട്ടറി E നൌഷാദും സാമ്പത്തിക റിപ്പോർട്ട് ട്രഷറർ G മുരളീധരൻ പിള്ളയും അവതരിപ്പിക്കും. COA സംസ്ഥാന വൈസ് പ്രസിഡന്റ് VS ജ്യോതികുമാർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കും. COA സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ്, KCCL ചെയർമാൻ K ഗോവിന്ദൻ തുടങ്ങിയവർ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്യും. 15ാമത് സംസ്ഥാന സമ്മേളനം മാർച്ച് 28, 29, 30 തീയതികളിൽ മലപ്പുറത്ത് തിരൂരിൽ വെച്ച് നടക്കുന്നത്. അതിന് മുന്നോടിയായിട്ടുള്ള കൊല്ലം ജില്ലാ സമ്മേളനം 4-5 തീയതികളിൽ കുണ്ടറയിൽ വെച്ചും നടക്കും. 4-ാം തീയതി വൈകുന്നേരം കുണ്ടറ KAP കനാൽ ഗ്രൗണ്ടിൽ നിന്നും കൊല്ലം ജില്ലയിലെ 11 മേഖല വർണ്ണാഭമായ സാംസ്കാരിക ഘോഷയാത്രയോടുകൂടി ഇളമ്പള്ളൂർ മൈതാനിയിൽ സമാപിക്കുകയും അവിടെ ചേരുന്ന പൊതുസമ്മേളനം ക്ഷീരവസ്തുവകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി അവർ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. PC വിഷ്ണുനാഥ് MLA, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സിന്ധു ഗോവൻ, അതേപോലെ അവിടുത്തെ വാർഡ് മെമ്പർ ശ്രീ സജു വർഗീസ് അടക്കം ഉള്ള പ്രതിനിധികൾ സമ്മേളനത്തിൽ സംബന്ധിക്കും. സംഘടനയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും ചടങ്ങിൽ ഹാജരായിരിക്കും. അതേപോലെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ VS ജ്യോതികുമാർ, സ്റ്റേറ്റ് ട്രഷറർ ശ്രീ ബിനു ശിവദാസ്, ജനറൽ സെക്രട്ടറി ശ്രീ PB സുരേഷ് അടക്കം ആളുകൾ ആശംസകൾ അർപ്പിക്കും. COA കൊല്ലം ജില്ലാ പ്രസിഡന്റും കൊല്ലം ജില്ലാ സമ്മേളന സ്വാഗത സംഘം ചെയർമാനുമായ P സുരേഷ് ബാബു, COA കൊല്ലം ജില്ലാ ജോയിന്റ് സെക്രട്ടറി T വിനോദ് കുമാർ, കൊല്ലം ജില്ലാ സെക്രട്ടറി E നൌഷാദ്,
ജില്ലാ ജോയിന്റ് സെക്രട്ടറി അജി, കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ രാജീവ് കുഴിയം, എസ് പ്രദീപ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഒരു ആശയത്തിന്റെ പുറത്താണ് രൂപീകൃതമാകുന്നത്. എന്നാൽ ഇപ്പോൾ കേബിൾ TV ഓപ്പറേറ്റർ എന്നുള്ള കൂട്ടായ്മയിൽ നമ്മൾ വിവിധങ്ങളായ കാലഘട്ടത്തിനനുസൃതമായി വന്ന സാങ്കേതിക വിദ്യയിൽ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് വിവിധങ്ങളായ സർവീസുകളാണ് നമ്മളിപ്പോൾ നൽകുന്നത്. കേബിൾ TV ഓപ്പറേറ്ററായത് നമ്മളിപ്പോൾ മൾട്ടി സിസ്റ്റം സർവീസ് പ്രൊവൈഡറായി മാറിയിരിക്കുകയാണ്. ഇത് കാലഘട്ടത്തിനനുസരിച്ച് വന്ന മാറ്റമാണ്. ഈ മാറ്റത്തെ സജ്ജമാക്കിയത് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ COA എന്ന സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പള്ളിക്കലാറിനെ തിരികെ പിടിക്കാൻ കൈവഴികൾ ശുചീകരിച്ച് സന്നദ്ധ പ്രവർത്തകർ. രാജ്യാന്തര തണ്ണീർത്തട ദിനത്തിൽ കേരള യൂത്ത് പ്രൊമോഷൻ കൗൺസിൽ പ്രവർത്തകരാണ് കൈവഴികൾ ശുചീകരിച്ചത്. തണ്ണീർത്തടങ്ങളും പരമ്പരാഗത അറിവും സാംസ്കാരിക പൈതൃകവും ആഘോഷിക്കൽ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. രാജ്യാന്തര തണ്ണീർത്തട ദിനത്തിൽ പള്ളിക്കലാറിന്റെ കൈവഴികൾ ശുചീകരിച്ച് കേരള യൂത്ത് പ്രൊമോഷൻ കൗൺസിൽ പ്രവർത്തകർ. പാരിസ്ഥിതിക സന്തുലനത്തിൽ തണ്ണീർത്തടങ്ങൾ നിർവഹിക്കുന്ന ധർമ്മങ്ങൾ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിനും ജലശുചീകരണം, വെള്ളപ്പൊക്ക നിയന്ത്രണം, തീരസംരക്ഷണം എന്നിവ ഉറപ്പാക്കാനുമുള്ള ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായാണ് സബർമതി ഗ്രന്ഥശാലയുടെ സഹകരണത്തോടെ പള്ളിക്കലാറിന്റെ കൈവഴികൾ ശുചീകരിച്ചത്. കേരള യൂത്ത് പ്രൊമോഷൻ കൗൺസിൽ ചെയർമാൻ സുമൻജിത് മിശ്ര ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിനും പരിസ്ഥിതിയുടെ സന്തുലനാവസ്ഥ നിലനിർത്തുന്നതിനും തണ്ണീർത്തടങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. കേരള യൂത്ത് പ്രൊമോഷൻ കൗൺസിലും സബർമതി ഗ്രന്ഥശാലയും സംയുക്തമായി രാജ്യാന്തര തണ്ണീർത്തട ദിനത്തോടനുബന്ധിച്ച് പള്ളിക്കലാറിൻ്റെ കൈവഴികൾ ശുചീകരിക്കുകയാണ്. ഇവിടെ നമ്മൾ നടത്തിവരുന്ന ക്ലീൻ പള്ളിക്കലാർ ചലഞ്ചുമായി അതിനെ തുടർന്ന് തന്നെയുള്ള ഒരു തുടർ പ്രവർത്തനമായിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു പരിപാടിയും നടത്തുന്നത്. ഇവിടുത്തെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, കായലിൻ്റെ തീരത്ത് അടിഞ്ഞുകൂടിയിട്ടുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒരു വലിയ കായലിൻ്റെ സ്വാഭാവികതയ്ക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ ഇതിൻ്റെ ഇടയിലുള്ള ചെറിയ തണ്ണീർത്തടങ്ങളുടെ സ്വാഭാവികമായ നിലനിൽപ്പിന് തന്നെ വലിയ ദോഷമുണ്ടാക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതിനെതിരെയുള്ള ഒരു ചെറിയ അവബോധമെങ്കിലും പൊതുസമൂഹത്തിൽ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു പരിപാടിയുമായി കേരള യൂത്ത് പ്രൊമോഷൻ കൗൺസിലും സബർമതി ഗ്രന്ഥശാലയും മുന്നോട്ട് പോകുന്നത്. തണ്ണീർത്തടങ്ങളും പരമ്പരാഗത അറിവും സാംസ്കാരിക പൈതൃകവും ആഘോഷിക്കൽ എന്ന മുദ്രാവാക്യവുമായി നടന്ന പരിപാടിയിൽ തണ്ണീർത്തടത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കേരള യൂത്ത് പ്രൊമോഷൻ കൗൺസിൽ സംസ്ഥാന നിർവാഹക സമിതി അംഗം സാദിഖെ വിശദീകരിച്ചു. കൗൺസിൽ സംസ്ഥാന സമിതി അംഗം ശബരിനാഥ് എച്ച്, സബർമതി ഗ്രന്ഥശാല സെക്രട്ടറി രാജേഷ് പുലരി, ഭാരവാഹികളായ VR ഹരികൃഷ്ണൻ, സുനിൽ C പൂമുറ്റം, നമൻ വേണുഗോപാൽ, അലനസ് പൂമുറ്റം, നയൻതാര എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. സർവമതസ്ഥരെയും ഉൾക്കൊള്ളുന്നതാണ് ഹിന്ദുമതമെന്ന് മുൻ MLA പന്ന്യൻ രവീന്ദ്രൻ. ഹിന്ദുത്വം എന്ന് പറയുന്നത് തീവ്രവാദികളാണെന്നും ആ മുദ്രാവാക്യം അക്രമകാരികളെ സൃഷ്ടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ പെരുമ്പുഴ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സർവമതസ്ഥരെയും ഉൾക്കൊള്ളുന്നതാണ് ഹിന്ദുമതമെന്നും ഹിന്ദുത്വം എന്ന് പറയുന്നത് തീവ്രവാദികളാണെന്നും പന്ന്യൻ രവീന്ദ്രൻ. ആ മുദ്രാവാക്യം അക്രമകാരികളെ സൃഷ്ടിക്കും. ജില്ലാ ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ പെരുമ്പുഴ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഹിന്ദുക്കളുണ്ട്. ഹിന്ദുത്വ എന്ന് പറയുന്നത് സാക്ഷാൽ ഹിന്ദു തീവ്രവാദികളാണ്. ഹിന്ദുക്കൾ ഒരിക്കലും ഈ നാട്ടിലെ അന്യമതസ്ഥരെ അകറ്റിയിരുന്ന ആളുകളല്ല. ഹിന്ദുക്കൾ എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരുടെയും കൂടിയാണ്. ആ എല്ലാ മനുഷ്യരുടെയും കൂടിയായ ജനവിഭാഗത്തെ കൊണ്ടുപോയി ഈ നാട്ടിൽ അക്രമകാരികളാക്കുന്നത് ഹിന്ദുത്വ എന്ന മുദ്രാവാക്യമാണ്. ആ മുദ്രാവാക്യം നമ്മുടെ നാട്ടിലല്ല. ഗാന്ധിയുടെ പേര് വെക്കാൻ പാടില്ല. എന്താ? ഗാന്ധിയെ നമ്മൾ വെറുക്കുന്നു. ആരെ വെറുക്കുന്നത്? നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെ ഏകോപിപ്പിച്ച ഒരു നേതാവ് മഹാത്മാഗാന്ധി. നിങ്ങൾക്കറിയാം, മഹാത്മാഗാന്ധി നമ്മുടെ രാജ്യത്ത് വന്നൊരു കാലം ഞാനിപ്പോ ഓർക്കുകയാണ്. അദ്ദേഹം ഇന്ത്യ മഹാരാജ്യത്ത് വന്ന ബാരിസ്റ്ററായിട്ട. യൂണിറ്റ് പ്രസിഡന്റ് L ബോസ് അധ്യക്ഷത വഹിച്ചു. AITUC ജില്ലാ സെക്രട്ടറി G ബാബു, CP കുണ്ടറ മണ്ഡലം സെക്രട്ടറി R സേതുനാഥ്, അസിസ്റ്റന്റ് സെക്രട്ടറി SD അഭിലാഷ്, അഡ്വക്കേറ്റ് ഫാറൂഖ്, നിസാർ, T ജെറോം, B വിഷ്ണു, S അഭിലാഷ്, K തുളസീധരൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. MDMAയുമായി യുവാവ് പിടിയിൽ. മുഖത്തല പാങ്കോണം സ്വദേശി അനന്തു കൃഷ്ണനാണ് പിടിയിലായത്. കൊട്ടിയം പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്നാണ് ഇയാളെ പിടികൂടിയത്. 12 ഗ്രാം MDMAയും പിടികൂടി.
മുഖത്തല പാങ്കോണം മരുതമൺ വീട്ടിൽ അനന്തകൃഷ്ണനാണ് അറസ്റ്റിലായത്. 12 ഗ്രാം MDMA ഇയാളിൽ നിന്നും പിടികൂടി. ചൊവ്വാഴ്ച രാവിലെ ബാംഗ്ലൂരിൽ നിന്നും അന്തർ സംസ്ഥാന ബസ്സിൽ കൊട്ടിയം ജംഗ്ഷനിൽ ഇറങ്ങിയപ്പോഴായിരുന്നു ഇയാളെ അറസ്റ്റ് ചെയ്തത്. കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർക്ക് കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു അറസ്റ്റ്. കൊട്ടിയം പോലീസും ഡാൻസ് ഓഫ് ടീം സബ് ഇൻസ്പെക്ടർമാരായ സാനി സേനൻ, രഞ്ജു തുടങ്ങിയവരും ചേർന്നാണ് അറസ്റ്റ് ചെയ്തത്. വിൽപ്പനയ്ക്കായി എത്തിച്ച MDMA ആണിതെന്ന് പോലീസ് പറയുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പെൻഷൻകാരോടുള്ള നിഷേധാത്മകമായ നിലപാടിൽ പ്രതിഷേധിച്ച് കേരള കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. കുന്നത്തൂർ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന തെക്കൻ മേഖലാ ജാഥയ്ക്ക് സിനിമാ പറമ്പിൽ സ്വീകരണം നൽകി. കേരള കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കുന്നത്തൂർ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ജാഥയ്ക്കാണ് സ്വീകരണം നൽകിയത്. തെക്കൻ മേഖലാ ജാഥയ്ക്കാണ് സിനിമാ പറമ്പിൽ സ്വീകരണം നൽകിയത്. കേരള സഹകരണ പെൻഷൻകാരുടെ ആവശ്യങ്ങളോട് പെൻഷൻ ബോർഡിന്റെയും സർക്കാരിന്റെയും നിഷേധാത്മകമായ നിലപാടിൽ പ്രതിഷേധിച്ച് സഹകരണ പെൻഷൻകാർ ഫെബ്രുവരി 9 മുതൽ 17 വരെ സെക്രട്ടേറിയറ്റ് പടിക്കൽ റിലേ സത്യാഗ്രഹവും തുടർന്ന് പെൻഷൻകാരുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ 23 മുതൽ സെക്രട്ടേറിയറ്റിന്റെ നടയിൽ അനിശ്ചിതകാല നിരാഹാര സമരവും നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിന്റെ പ്രചരണാർത്ഥമാണ് ജാഥ നടത്തുന്നത്. സംസ്ഥാന പ്രസിഡന്റ് M. സുകുമാരൻ നായർ ക്യാപ്റ്റനായ ജാഥയ്ക്കാണ് സ്വീകരണം നൽകിയത്. കോൺട്രിബ്യൂഷൻ കൊണ്ട് പലിശ സംഘം മതം മാറ്റി അതിനെ പെൻഷൻ ഫണ്ടാക്കി മാറ്റപ്പെടുന്നത് നമ്മൾ തന്നെ മറ്റൊരു നിർദ്ദേശമാണ്. ഇതിനെ കാത്തുസൂക്ഷിക്കാൻ കാര്യക്ഷമമായി ഇതിനെ നഷ്ടപ്പെടാതെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്ത് കാലാകാലങ്ങളിൽ വ്യക്തതയോടുകൂടി ഈ വിഭാഗം ആളുകൾക്ക് പെൻഷൻ നൽകുകയും ആ ഫണ്ട് സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യാൻ സർക്കാർ നിയന്ത്രണത്തിൽ ഉള്ള ഒരു കമ്മിറ്റി വേണം. അത് അങ്ങനെയാണ് പെൻഷൻ ബോർഡാവും. അപ്പോൾ പെൻഷൻ ഫണ്ടെന്നോ പെൻഷൻ ബോർഡെന്നോ പെൻഷൻ സ്കീമെന്നോ ഉള്ള കാര്യത്തിന്റെ രൂപകൽപ്പന ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. വേറെ ആരും അവകാശം ചെയ്യുന്നതല്ല. അങ്ങനെ വരുമ്പോഴോ പുതിയ കാൽക്കുലേഷൻ അനുസരിച്ച് ഏതാണ്ട് 10-30 ലക്ഷം രൂപ വരെ ഒരു ജീവനക്കാരൻ സർവീസ് ചെയ്യുമ്പോൾ കോൺട്രിബ്യൂഷനായി അടയ്ക്കുമെന്നും അങ്ങനെ അടയ്ക്കുന്നതോ കൊണ്ട് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് മാസം ഇത്ര രൂപ പലിശ കിട്ടുമെന്നും ഈ പറയുന്ന പെൻഷനുമായി തട്ടിയൊത്ത് നോക്കുമ്പോൾ പലിശയാണ് ലക്ഷമെന്നും ഒക്കെയുള്ള എല്ലാ വാദഗതികളും. KM തോമസ്, ഷാമൂൽകുട്ടി, ഗോപാലകൃഷ്ണൻ ഉണ്ണിത്താൻ, NG ശശിധരൻ, ഗോപകുമാർ, KV ശിവശങ്കരപിള്ള, S. രാഘവൻ പിള്ള തുടങ്ങിയവർ നേതൃത്വം നൽകി. നമുക്ക് യോഗം അവസാനിപ്പിക്കാം. 2% വർധനവ്, 5% അല്ല 500 രൂപ മിനിമം വേതനം, മിനിമം പെൻഷൻ വർദ്ധിപ്പിക്കും. ബാക്കി കാര്യമൊക്കെ നമ്മുടെ വരുമാന മാർഗങ്ങളൊക്കെ തീരുമാനം എടുക്കുന്ന മുറയ്ക്ക് നമുക്ക് പരിശോധിക്കാം. അത് തന്നെ പറയാൻ പോയിക്ക് ധൃതിയാണ് അടുത്ത യോഗത്തിലേക്ക് പോവുക. നമ്മളപ്പോൾ പറയാൻ ശ്രമിച്ചു അങ്ങനെയല്ല. പെൻഷൻ ബോർഡ് പറഞ്ഞെന്താണ് 5 പോരാ 5 കൊടുക്കണം. ക്ഷാമത്തെ സർക്കാർ തീരുമാനിക്കേണ്ടതാണ്. ഇത് മന്ത്രി പറയണ്ടേ? അത് പറയാൻ അവർക്കിപ്പോൾ പറയില്ല. നിങ്ങളുടെ പറഞ്ഞതിലെല്ലാം ഞാൻ കുറേ നേരമായി കേട്ടോണ്ടിരിക്കുകയാണ്. ജോലി പറഞ്ഞപ്പം കേട്ടതുകൊണ്ട് വർഷങ്ങളോടെ ഇരിക്കുവാണല്ലോ. ഇപ്പം മക്കളെ ഇത്രയൊക്കെ ഒരു കാർമ്മമാരും പോകാൻ മന്ത്രി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. റോഡ് തകർന്നിട്ട് വർഷങ്ങൾ. കുണ്ടറ പെരുമ്പുഴ സൊസൈറ്റി മുക്ക് മുതൽ കന്യാകുഴി വരെയുള്ള റോഡാണ് തകർന്നത്. റോഡിന്റെ ശോച്യാവസ്ഥ പലതവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. റോഡ് നവീകരിക്കാൻ അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കുണ്ടറ പെരുമ്പുഴ സൊസൈറ്റി മുക്ക് മുതൽ കന്യാകുഴി വരെയുള്ള റോഡാണ് തകർന്നത്. റോഡ് തകർന്നിട്ട് ഏകദേശം 5 വർഷത്തോളമായി. ജില്ലാ പഞ്ചായത്ത് ചെയ്ത റോഡാണിത്. ഹെൽത്ത് സെന്റർ ഉൾപ്പെടെയുള്ളവ സ്ഥിതി ചെയ്യുന്ന റോഡിൽ കാൽനടയാത്ര പോലും ദുസ്സഹമാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. നമ്മളെ സൊസൈറ്റി മുക്ക് കന്യാകുഴി റോഡ് ആട്ടോക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടും വിഷമവും പെട്ട റോഡാണ്. ഈ റോഡിൻ്റെ വികസനത്തിന് വേണ്ടി ഇവിടുത്തെ MLA നേരത്തെ ഒരു 4 വർഷത്തിന് മുമ്പ് 26 ലക്ഷം രൂപ അനുവദിച്ചിട്ട് ഇപ്പോൾ ആ ബോർഡ് MLA എടുത്തുകൊണ്ട് പോവുകയും ഇപ്പോൾ വീണ്ടും തിരഞ്ഞെടുപ്പ് അടുത്ത് വന്നപ്പോഴത്തേക്കിന് വീണ്ടും 20 ലക്ഷം രൂപയുടെ ഒരു ബോർഡ് കൊണ്ടുവന്ന് വെച്ചേക്കുക. മിക്കുള്ള ഈ റോഡ് ആട്ടോക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടും, ആട്ടോക്കാരെ നട്ടെല്ലൊടിഞ്ഞ് വണ്ടിക്ക് എന്നും പണി. അതുപോലെ തന്നെ ഈ ഹെൽത്ത് സെൻ്ററിലാണെങ്കിൽ ആയിരക്കണക്കിന് രോഗികൾ വരുന്ന ഈ MLA വികസനം എന്ന് പറഞ്ഞിട്ട് നേരത്തെ ഒരു ബോർഡ് കൊണ്ടുവന്ന് വെച്ച് ഇപ്പോൾ വീണ്ടും ഇലക്ഷൻ ആയപ്പോഴത്തേന് വീണ്ടും ഒരു ബോർഡ് കൊണ്ടുവന്ന് വെച്ചേക്കുക. നിരവധി പേർ ആശ്രയിക്കുന്ന റോഡാണിത്. എന്നാൽ ഇതുവഴി ഓട്ടോറിക്ഷ പോലും വരാറില്ലെന്നും പ്രദേശവാസികൾ പരാതി പറയുന്നുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ വട്ടമാണ് ഈ ബോർഡ് ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിക്കുന്നത്. ആദ്യമേ കൊണ്ടുവന്ന് വെച്ച്
കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് എടുത്തുകൊണ്ട് പോയി. പിന്നെയും കൊണ്ടുവന്ന് വെച്ചിട്ട് ഇപ്പം പറഞ്ഞാൽ 2 ദിവസം ഉത്സവം കഴിഞ്ഞ് പിറ്റേന്ന് തുടങ്ങുമെന്ന് പറഞ്ഞ പണിയാണ്. ഇതുവരെയും തുടങ്ങിയിട്ടില്ല. കുണ്ട്രയുടെ ചെയർമാൻ ഉൾപ്പെടെ പറയുന്നത് ചെയ്യും. പഞ്ചായത്തിനെ അറിയിച്ചില്ല? പഞ്ചായത്തല്ല, ഇത് ജില്ലാ പഞ്ചായത്തിൻ്റെ റോഡാണ്. ഇതുവരെ ഇവിടെ ചെയ്യുന്നില്ല. ഇത് ഇപ്പോൾ 2ാം തൊട്ടാണ് ഈ ബോർഡ് കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്. 2 തവണയായി PC വിശ്വനാഥ് MLA ഫ്ലെക്സ് ബോർഡ് വെക്കുന്നുണ്ടെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലെന്നും പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നു. അടിയന്തരമായി റോഡ് നിർമ്മിക്കാനുള്ള നടപടികൾ ആരംഭിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല സമരം നടത്തുമെന്നും പ്രദേശവാസികൾ പറയുന്നു. ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ ഇപ്പം അറിയാമല്ലോ, സാറ് കാണുന്നില്ലേ. അത് ഇനിയിപ്പം എന്തായാലും മുഖ്യമന്ത്രിയുടെ ഈ നിർദ്ദേശപ്രകാരമാണെന്നാണ് അറിവ് നമുക്ക്. ഇത് നേരത്തെ ഒരു ബോർഡ് കൊണ്ടുവച്ചായിരുന്നു, അതങ്ങ് മാറ്റിയിട്ട് ഇപ്പോൾ 2ാമതൊരു ബോർഡ് കൊണ്ടുവച്ചിരിക്കുക. അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഏത് ഫണ്ടിൽ ഉപയോഗിച്ചാണെന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. MLAയുടെ ഫണ്ടാണോ അത്? അതിനെക്കുറിച്ച് നമുക്കറിയാൻ പറ്റില്ല. ഒരു ബോർഡ് എല്ലായിടത്തും വെച്ച് തന്നേ ഉള്ളൂ. MLA ഫണ്ടാണോ നമുക്കറിയാൻ പറ്റത്തില്ല. അങ്ങനെ അത് MLA എന്നുള്ള രീതിയിൽ വെക്കണമല്ലോ. MLA ഫണ്ട് വേണ്ടി അങ്ങനെയല്ലേ വെക്കാൻ പറ്റും. MLA ഫണ്ടില്ലല്ലോ. നിരന്തരം ബോർഡ് വെക്കുക. ഇത് 2ാമത്തെ പ്രാവശ്യം ബോർഡ് വെക്കുക, എടുത്തോണ്ട് പോകും. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. അഞ്ചൽ ആയൂർ പാതയിൽ KSRTC ബസും കാറും കൂട്ടിയിടിച്ച് അപകടം. കാർ ഡ്രൈവർക്ക് പരിക്കേറ്റു. അഞ്ചൽ അഗസ്ത്യക്കോട് സ്വദേശി ബിജു മനാഫിനാണ് പരിക്കേറ്റത്. ഇടമുളയ്ക്കൽ വലിയ വളവിലായിരുന്നു അപകടം. കുളത്തൂപ്പുഴയിൽ നിന്നും കൊല്ലത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസിന്റെ വശത്തേക്ക് കാർ ഇടിച്ചു കയറുകയായിരുന്നു. 5:25 കഴിയുമ്പോൾ ഞങ്ങൾ കുളത്തൂപ്പുഴയിൽ നിന്ന് കൊല്ലത്തേക്ക് പോകുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സായിരുന്നു. ആയൂർ ഭാഗത്തു നിന്ന് അഞ്ചൽ ഭാഗത്തിലേക്ക് വന്ന കാറും എൻ്റെ വണ്ടിയുടെ ബാക്ക് വശത്ത് ഇടിച്ചു കയറുകയായിരുന്നു. വണ്ടിയുടെ ബാക്ക് സൈഡിൽ കാറിൽ വന്ന ആൾക്ക് അപകടങ്ങളൊന്നുമില്ല. ചെറിയ നിസ്സാര ഇതേ ഉള്ളൂ. ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് നമ്മുടെ അറിവ് കിട്ടിയെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അഞ്ചൽ ആയൂർ പാതയിൽ KSRTC ബസും കാറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. കാർ ഡ്രൈവർക്ക് പരിക്കേറ്റു. ചൊവ്വാഴ്ച പുലർച്ചെ 5:30 ഇടമുളയ്ക്കൽ വലിയ വളവിലായിരുന്നു അപകടം. കുളത്തൂപ്പുഴയിൽ നിന്നും കൊല്ലത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസിന്റെ വശത്തേക്ക് കാർ ഇടിച്ചു കയറുകയായിരുന്നു. കാർ ഓടിച്ചിരുന്ന അഞ്ചൽ അഗസ്ത്യക്കോട് ഇജാസ് മൻസിലിൽ ബിജു മനാഫ് എന്നയാളെ പരിക്കുകളോടെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് ഗുരുതരമായതിനാൽ ഇയാളെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. അപകടത്തിൽ ബസ്സിലെ ഏതാനും യാത്രക്കാർക്കും നിസ്സാരമായി പരിക്കേറ്റു. അഗസ്ത്യക്കോടെന്നാണ് അറിവ്. അഞ്ചൽ അഗസ്ത്യക്കോട്. പിന്നെ യാത്രക്കാരെല്ലാം അടുത്ത ബസ്സിനകത്ത് നമ്മൾ കയറ്റി വിട്ടല്ല. യാത്രക്കാർക്ക് എന്ന് പറഞ്ഞാൽ ചെറിയ 1-2 പേർക്കൊക്കെ എന്ന് പറഞ്ഞാൽ മുട്ടൊക്കെ ഇടിച്ചിട്ടുണ്ട്. അതൊക്കെ ഉള്ളായിരുന്നു ചെറിയ. അപകടത്തെ തുടർന്ന് ഏറെ നേരം ഗതാഗതം സ്തംഭിച്ചു. അഞ്ചൽ പോലീസും പുനലൂരിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് സംഘവും നാട്ടുകാരുടെ സഹായത്തോടെ അപകടത്തിൽപ്പെട്ട കാറും ബസും പാതയിൽ നിന്നും മാറ്റിയ ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. അപകടത്തെ തുടർന്ന് പാതയിൽ അപകടകരമായ വിധം വ്യാപിച്ച ഓയിൽ ഫയർഫോഴ്സ് സംഘം വെള്ളമൊഴിച്ച് അപകടാവസ്ഥ ഒഴിവാക്കി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. നീരുറവയിലെ സംരക്ഷണ ഭിത്തി വാഹനം ഇടിച്ചു തകർത്തതോടെ കുടിവെള്ളം മുട്ടി പ്രദേശവാസികൾ. ദശാബ്ദങ്ങൾ പഴക്കമുള്ള തെന്മല തണ്ണിവളവ് നീരുറവയാണ് 2 ആഴ്ച മുൻപുണ്ടായ വാഹനാപകടത്തിൽ തകർന്നത്. തകർന്നു വീണ ഭിത്തി നീക്കം ചെയ്യാത്തതിനാൽ കുടിവെള്ള ശേഖരത്തിലേക്ക് പോകുന്നതിനോ വെള്ളം ശേഖരിക്കുന്നതിനോ കഴിയാത്ത അവസ്ഥയിലാണ് നാട്ടുകാർ. പുനലൂർ ചെങ്കോട്ട ദേശീയപാതയിൽ വെള്ളിമല തണ്ണിവളവിലെ കുടിവെള്ള ശേഖരമാണ് തകർക്കപ്പെട്ടത്. ദശാബ്ദങ്ങളായി പ്രദേശവാസികൾ കുടിക്കുന്നതിനും കുളിക്കുന്നതിനും മറ്റ് വീട്ടാവശ്യങ്ങൾക്കുമായി തണ്ണിവളവിലെ മലമുകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന നീരുറവയാണ് ആശ്രയിക്കുന്നത്. വേനൽ കടുത്തു കഴിഞ്ഞാൽ പ്രദേശത്തെ 50ഓളം കുടുംബങ്ങൾക്ക് ഈ നീരുറവയല്ലാതെ മറ്റ് ഒരാശ്രയവുമില്ല. മലമുകളിലെ പാറക്കെട്ടിൽ നിന്നും ഒഴുകിയെത്തുന്ന ജലം താൽക്കാലിക ടാങ്ക് നിർമ്മിച്ച് അതിൽ ശേഖരിച്ച് അതിൽ നിന്നുമാണ് പ്രദേശവാസികൾ ഉപയോഗത്തിനായി കൊണ്ടുപോകുന്നത്. കൊടും വളവും അപകട മേഖലയുമായതിനാൽ ദേശീയപാത വിഭാഗം ഇവിടെ ഒരു സംരക്ഷണ ഭിത്തി സ്ഥാപിക്കുകയും കുടിവെള്ള ശേഖരത്തിലേക്ക് ഇറങ്ങിപ്പോകാൻ വഴി നിർമ്മിച്ചു നൽകുകയും ചെയ്തിരുന്നു. ഇതാണ് 2 ആഴ്ച മുമ്പ് തമിഴ്നാട്ടിൽ നിന്നും ചരക്കുമായി എത്തിയ ലോറി ഇടിച്ചു തകർത്തത്. തകർന്നു വീണ ഭിത്തി നീക്കം ചെയ്യാത്തതിനാൽ കുടിവെള്ള ശേഖരത്തിലേക്ക് പോകുന്നതിനോ വെള്ളം ശേഖരിക്കുന്നതിനോ കഴിയുന്നില്ല. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുൻപ് നമ്മുടെ തണ്ണിവളവില് ഒരു വണ്ടി വന്ന് ഇടിച്ച് സേഫ്റ്റി ആയിട്ട് NH കെട്ടിവെച്ചിരുന്ന ഒരു മതിൽ ഇടിച്ച് ഇട്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് ഇവിടെ ഒരു മേളിലൊരു നീർച്ചാല് നമ്മുടെ ഈ തണ്ണിവളം എന്ന് പറഞ്ഞ പ്രദേശത്തേക്ക് വരുന്നുണ്ട്. വെള്ളിമല മുതൽ ഇങ്ങോട്ട് ഈ റോഡിന്റെ ഇരുവശങ്ങളിലും അനവധി ആൾക്കാർ താമസമുണ്ട്. അവർക്ക് കുടിവെള്ളമോ മറ്റുള്ള സൗകര്യങ്ങൾ ആ റോഡ് പുറത്ത് താമസിക്കുന്നത് കൊണ്ടില്ല. അവരുടെ നിത്യോപയോഗത്തിനുള്ള കുടിവെള്ളവും മറ്റ് കുളിക്കാനും മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വെള്ളം എടുത്തുകൊണ്ട് പോകുന്നത് ഇവിടെ നിന്നാണ്. അവർ കുളിക്കുന്നതും
എല്ലാം ഇവിടെ വന്നാണ് കുളിക്കുകയൊക്കെ ചെയ്തത്. ഒരുപാട് കുട്ടികളും മുതിർന്നവരും ഒക്കെ ഉണ്ട്. അതുപോലെ ഈ ഒരു കുളത്തിൽ നിന്നും വെള്ളം എടുത്തുകൊണ്ടാണ് അവർ പോകുന്നത്. കഴിഞ്ഞ 2 ആഴ്ച കാലമായി അവർക്ക് വെള്ളം എടുത്തുകൊണ്ട് വീട്ടിൽ പോകാനോ വെള്ളം എടുക്കാനോ ഒരു സാഹചര്യം നിലവില്ല. കാരണം ഈ സേഫ്റ്റിയായി കെട്ടിയിരുന്ന ഈ ഭിത്തി ഇടിഞ്ഞ് താഴെ കിടക്കുകയാണ്. അവര് നടന്നു പോകുന്ന ആ ഒരു സ്ഥലം ഇപ്പോൾ ഈ സ്ലാബ് കൊണ്ട് മൂടിക്കിടക്കുകയാണ്. അതിന് പെട്ടെന്ന് തന്നെ ഈ സ്ലാബ് നീക്കം ചെയ്ത് ഒരു സംരക്ഷണ ഭിത്തി ഇവിടെ നിർമ്മിക്കണമെന്നാണ് പറയുന്നത്. പൊതുവെ ഉയർന്ന പ്രദേശമായതിനാൽ വേനൽ ആരംഭിക്കുമ്പോൾ തന്നെ കിണറുകൾ വറ്റി വരളും. ഇവിടെയുള്ള മിക്ക കിണറുകളും ഇപ്പോൾ തന്നെ വരണ്ടു തുടങ്ങി. ഏക ആശ്രയമായിരുന്നു ഈ കുടിവെള്ള സംഭരണി. വെള്ളം ശേഖരിക്കുവാനും കുളിക്കുവാനും വസ്ത്രങ്ങൾ കഴുകുവാനും മറ്റുമായി എത്തുന്നവർ വളരെ ബുദ്ധിമുട്ടിയാണ് ഇപ്പോൾ നീരുറവയിലേക്ക് എത്തുന്നത്. ഞങ്ങൾ ഈ വെള്ളത്തെ ആശ്രയിക്കുന്നത് ഈ കാലും കൈയും വയ്യാത്തൊരു ഈ വരുന്നത് കൊണ്ടാണ് ഈ വെള്ളം ആശ്രയിക്കുന്നത്. പിന്നെ ഈ മതിൽ ഇടുക്കി പോയതുകൊണ്ട് അത് വലിയ തട്ടുകടാണ്. എത്രയും പെട്ടെന്ന് സഹായിച്ച് നിങ്ങൾ ആക്കിത്തരണം. തകർന്നു വീണ കോൺക്രീറ്റ് പാളികൾ ഇവിടെ നിന്നും നീക്കം ചെയ്തെങ്കിൽ മാത്രമേ നീരുറവയിലേക്ക് സുഗമമായി എത്താൻ കഴിയുകയുള്ളൂ. പ്രായമായവരും വൈകല്യമുള്ളവരും ഒക്കെ ആശ്രയിച്ചിരുന്ന ഈ കുടിവെള്ള ശേഖരം ഉപയോഗിക്കുന്ന നിലയിലേക്ക് മാറ്റണമെങ്കിൽ അടിയന്തരമായി തകർന്നു വീണ സ്ലാബുകൾ നീക്കം ചെയ്യേണ്ടതായുണ്ട്. അധികൃതർ അടിയന്തരമായി തകർന്നു വീണ സ്ലാബുകൾ നീക്കം ചെയ്ത് നൽകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, തെന്മല. ചരിത്രപ്രസിദ്ധമായ മയ്യത്തുംകര ഉറൂസ് 4-5 തീയതികളിൽ നടക്കും. ഉറൂസ് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഹനഫി, ഷാഫി ജമാഅത്തുകൾ സംയുക്തമായാണ് ഉറൂസിന് ആതിഥ്യമരുളുന്നത്. ചരിത്രപ്രസിദ്ധമായ മയ്യത്തുംകര ഉറൂസ് 4-5 തീയതികളിലായി നടക്കും. ഉറൂസ് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. നൂറ്റാണ്ടുകളുടെ ചരിത്ര പാരമ്പര്യമുള്ള മയ്യത്തുംകര ഉറൂസിന് പോരുവഴി മയ്യത്തുംകര ഹനഫി, ഷാഫി ജമാഅത്തുകൾ സംയുക്തമായി ആതിഥ്യമരുളും. സർവമത സൗഹാർദ്ദത്തിന്റെയും ദേശീയതയുടെയും മതേതരത്വത്തിന്റെയും മഹനീയമായ അടയാളപ്പെടുത്തൽ കൂടിയാണ് ഉറൂസ്. പ്രിയപ്പെട്ട സഹോദരന്മാരും ഒക്കെ സ്നേഹ സാന്നിധ്യവും ഒക്കെ മഹത്തായ ഉറൂസിന് ഒരു അർത്ഥ തലത്തിലേക്ക് മതത്തിന്റെ ഒരു അതിരിലേക്ക് ചേർത്ത് നിർത്തലിന്റെ ഒരു അതിരിലേക്ക് ഈ മഹത്തായ ഉറൂസിനെ എത്തിക്കും. ഏതാണ്ട് പോരുവഴി ഷാഫി, ഹനഫി ജമാഅത്തുകളായി 5000-ഓളം കുടുംബങ്ങൾ 4 പഞ്ചായത്തുകളായി പോരുവഴി, സൂര്യനാട് തെക്ക്, സൂര്യനാട് വടക്ക്, ശാസ്താംകോട്ട ഈ പഞ്ചായത്തുകൾക്കകത്ത് താമസിക്കുന്ന ഷാഫി, ഹനഫി ജമാഅത്തുകളുടെ മുസ്ലിം കുടുംബങ്ങളാണ് ഉറൂസിന് ആദ്യത്തെ പറയുന്ന 2 ജമാഅത്തിലെയും അംഗങ്ങളും കുടുംബം. ഒട്ടനവധി പരിപാടികൾ ഉറൂസുമായി ബന്ധപ്പെട്ട് ആവിഷ്കരിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് പട്ട്, കൊടി, പിന്നെ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട നേർച്ചകളൊന്നും. ഉറൂസ് ദിവസങ്ങളിൽ നേർച്ചകൾ അർപ്പിക്കുവാനും ദർഗ സന്ദർശിക്കുവാനുമായി ആയിരക്കണക്കിന് വിശ്വാസികളാണ് എത്തുന്നത്. ആട്, കോഴി, പട്ട്, നിലവിളക്ക്, ചന്ദനത്തിരി, കൊടി, മധുരപ്പായസം എന്നിവയാണ് പ്രധാന നേർച്ച വസ്തുക്കൾ. ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന വ്യാപാരമേള ഉറൂസിന്റെ പ്രത്യേകതയാണ്. ഉറൂസ് നടത്തിപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഉറൂസ് കമ്മിറ്റി ഭാരവാഹികളായ അർത്തീൽ അൻസാരി, അഷ്റഫ് കാഞ്ഞിരത്തുമൂട്, അയന്തിയിൽ ശിഹാബ്, സലീം മാലുമേൽ, ഷാജി കടക്കാൻവിള, സലീം വിളയിൽ, മുനീർ മഠത്തിൽ, ഷെഫീഖ് അർത്തിയിൽ, ഹൈദ്രോസ് കുട്ടി, ഖുറൈഷി പോരുവഴി തുടങ്ങിയവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. കടയിൽ നിന്നും ഫോണും പണവും കവർന്ന കേസിലെ പ്രതി പിടിയിൽ. പെരിനാട് വെള്ളിമൺ സ്വദേശി ഷാനവാസാണ് അറസ്റ്റിലായത്. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. സ്റ്റേഷനറി കടയിൽ നിന്നും ഫോണും പണവും സാധനങ്ങളും കവർന്ന കേസിലെ പ്രതിയാണ് പിടിയിലായത്. കൊല്ലം പെരിനാട് വെള്ളിമൺ ജയന്തി കോളനിയിൽ ഷാനവാസാണ് അറസ്റ്റിലായത്. തേവലക്കര മുസ്ലിം പള്ളിക്ക് സമീപമുള്ള സ്റ്റേഷനറി കടയിലാണ് ഇയാൾ മോഷണം നടത്തിയത്. കടയുടമ തിരികെ വന്ന ഫോൺ അന്വേഷിച്ചപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. കഴിഞ്ഞ ആഗസ്റ്റിലായിരുന്നു സംഭവം. പോലീസ് കേസെടുത്ത് അന്വേഷിച്ചു വരുന്നതിനിടയിലാണ് CCTV ദൃശ്യങ്ങളെ തുടർന്ന് ഷാനവാസിനെ പിടികൂടിയത്. ഇയാൾ സമാനമായ കുറ്റത്തിന് നേരത്തെയും അറസ്റ്റിലായിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ഇയാൾ മൊബൈൽ ഫോൺ നീണ്ടകര ഹാർബറിൽ കൊണ്ടുവന്ന് തമിഴ്നാട് സ്വദേശിക്ക് വിറ്റിരുന്നു. പോലീസ് ഫോൺ കണ്ടെത്തിയിട്ടുണ്ട്. 3 മണിയായപ്പം ഞായറാഴ്ച ദിവസമാണ്. 3 മണിയായപ്പോൾ ഞാൻ ഊണ് കഴിക്കാൻ പോയി ഒരു 3:30 ആയപ്പോൾ തിരിച്ചു വന്ന് അങ്ങനെ മേശ കുത്തി തുറന്ന് കിടക്കുന്ന ഫോണും പൈസയും സിഗരറ്റ് എല്ലാം കൊണ്ടുപോയി. ആളെ അറിയത്തില്ലല്ലോ. പിന്നെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തപ്പോഴാണ് അത് ഇത് പിടിച്ചത്.
ഇവിടെ വന്ന് അല്ല പോലീസ് കൊണ്ടുവന്നല്ല, മൊഴി എടുക്കാൻ കൊണ്ടുവന്ന് ഇവിടെ. ഓ ആ സമ്മതിച്ചു. ചവറ തെക്കുംഭാഗം SHO ശ്യാമുരളി, പ്രിൻസിപ്പൽ SI ദിലീപ്, SI പ്രദീപ് എന്നിവരടങ്ങിയ സംഘമാണ് ഇയാളെ പിടികൂടിയത്. ഇയാളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, ചവറ. ആനുകൂല്യങ്ങൾ വിതരണം നടത്തി. തേവലക്കര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ആനുകൂല്യങ്ങൾ വിതരണം നടത്തിയത്. 100 പട്ടികജാതി കുടുംബങ്ങൾക്ക് വാട്ടർ ടാങ്കുകൾ നൽകി. തേവലക്കര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തത്. SC കുടുംബങ്ങൾക്കുള്ള 100 വാട്ടർ ടാങ്കുകളാണ് വിതരണം ചെയ്തത്. ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷംല നൌഷാദ് ഉദ്ഘാടനം നിർവഹിച്ചു. കാലങ്ങളായി പൊതുപ്രവർത്തനം ചെയ്ത് അതിന്റെ മേഖലകളൊക്കെ പരിചിതനായിട്ടുള്ള അനിൽ അച്ചായന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് ഇനി തുടർന്നുള്ള കാലങ്ങളിൽ വളരെ അധികം ജനപ്രദമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ജനകീയാസൂത്രണം വഴി, ഗ്രാമസഭകൾ വഴി ഏറ്റവും നല്ല നിങ്ങളിലേക്ക് എത്തുന്ന, നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ, നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുവാൻ കഴിയും. അതിന് ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ ചവറ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുള്ള മുഴുവൻ സഹായവും ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് ജില്ലാ പഞ്ചായത്ത് മെമ്പറുണ്ട്. ജില്ലാ പഞ്ചായത്ത് മെമ്പറിന്റെയും കൂടി സേവനം എടുത്തുകൊണ്ട് നമുക്ക് സംയുക്തമായിട്ട് പല പദ്ധതികളും ചെയ്യാൻ കഴിയും. നമുക്ക് സംയുക്തമായിട്ട് പല പ്രവർത്തനങ്ങളുമായിട്ടും മുന്നോട്ട് പോകാൻ കഴിയും. താഴെത്തട്ടിലുള്ള സാധാരണ മനുഷ്യരുടെ സങ്കടങ്ങൾ അറിയുന്ന, അവരെ നേരിട്ട് കണ്ട് അവരുടെ കാര്യങ്ങൾ നേരിട്ട് വന്ന് പറയാൻ കഴിയുന്ന ഒരിടമായിട്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ആണെങ്കിലും മറ്റുള്ള ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയും. ജില്ലാ പഞ്ചായത്ത് അംഗം അരുൺ രാജ് ആനുകൂല്യ വിതരണം നിർവഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിസ്മി അനസ് സ്വാഗതം പറഞ്ഞു. ജയകുമാർ രാജീവൻ, ഷഹബാനത്ത്, സുമേഷ്, ബഷീർ, മേരി ഷെർലി, പ്രദീപ് ഫെർണാണ്ടസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. പ്രധാന വാർത്തകൾ വീണ്ടും. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാം ജില്ലാ സമ്മേളനം ഫെബ്രുവരി 4-5 തീയതികളിൽ കുണ്ടറയിൽ. മന്ത്രി ജെ ചിഞ്ചുറാണി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. മാർച്ച് 28 മുതൽ 30 വരെ മലപ്പുറം തിരൂരിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായാണ് ജില്ലാ സമ്മേളനം. MDMAയുമായി യുവാവ് പിടിയിൽ. മുഖത്തല പാങ്കോണം സ്വദേശി അനന്തു കൃഷ്ണനാണ് പിടിയിലായത്. 12 ഗ്രാം MDMAയും പിടിച്ചെടുത്തു. അഞ്ചൽ ആയൂർ പാതയിൽ KSRTC ബസും കാറും കൂട്ടിയിടിച്ച് അപകടം. കാർ ഡ്രൈവർക്ക് പരിക്ക്. ഇടമുളയ്ക്കൽ വലിയ വളവിലായിരുന്നു അപകടം. കടയിൽ നിന്ന് ഫോണും പണവും കവർന്ന കേസിലെ പ്രതി പിടിയിൽ. പെരുന്നാട് വെള്ളിബൺ സ്വദേശി ഷാനവാസ് ആണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ആഗസ്റ്റിലായിരുന്നു സംഭവം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.